കേരളത്തിലെ വാട്സാപ്പ് ഹാക്കിംഗ് കേസുകളുടെ വർധനവ് സംസ്ഥാനത്ത് സൈബർ കുറ്റകൃത്യങ്ങളുടെ വർദ്ധിച്ചു വരുന്ന സങ്കീർണതയെ എടുത്തുകാണിക്കുന്നു. ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോമുകൾ ചൂഷണം ചെയ്തുകൊണ്ട് ഈ തട്ടിപ്പുകൾ വ്യക്തികളിലും ബിസിനസ്സുകളിലും ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. AI എനേബിൾഡ് ഡീപ് ഫേക്കുകൾ, വീഡിയോ കോളുകളിലൂടെ ആൾമാറാട്ടം എന്നിവ പോലുള്ള ഈ തട്ടിപ്പുകളുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവം സമീപകാല സംഭവങ്ങൾ പ്രകടമാക്കുന്നു. വിശ്വസനീയമായ ഒരു വ്യക്തിയായി ആൾമാറാട്ടം നടത്താൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നത് ഏറ്റവും അസ്വസ്ഥതപ്പെടുത്തുന്ന പ്രവണതകളിൽ ഒന്നാണ്. കേരളത്തിൽ ഒരാൾക്ക് പരിചയമുള്ള ഒരു ശബ്ദമുള്ള ആളുടെ ഒരു വാട്സപ്പ് വീഡിയോ കോൾ വരികയും 40,000 രൂപ ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യപ്പെട്ട് കബളിപ്പിക്കുകയും ചെയ്തു. ഇരയുടെ വ്യത്യസ്തനായ പരിചയക്കാരന്റെ രൂപവും ശബ്ദവും അനുകരിക്കാൻ തട്ടിപ്പുകാരൻ AI സാങ്കേതികവിദ്യ ഉപയോഗിച്ചു. പണം തട്ടിയെടുക്കാൻ വിശ്വാസ്യത വരുത്താൻ ഒരു മെഡിക്കൽ എമർജൻസി കെട്ടിച്ചമയ്ക്കുകയും ചെയ്തു. ഇരകളെ ട്രാപ്പ് ചെയ്യാൻ സാങ്കേതികവിദ്യ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നുവെന്ന് കാണിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായത്തോടെയുള്ള വാട്സപ്പ് തട്ടിപ്പായിരുന്നു ഇത്. തട്ടിപ്പുകാർ ശബ്ദവും മുഖവും ബോധ്യപ്പെടുത്താൻ AI ടെക്നോളജി ഉപയോഗിക്കുന്നു. ഇത് ഉടനടി സംശയത്തിന് ഇട നൽകുന്നില്ല. AI എയ്ഡഡ് ആൾമാറാട്ടത്തിന് പുറമെ സ്കാമർമാർ ഉപയോഗിക്കുന്ന മറ്റൊരു സാധാരണ രീതിയാണ് ലിങ്ക് ബേസ്ഡ് ഹാക്കിംഗ്. ഇത്തരത്തിലുള്ള തട്ടിപ്പിൽ തട്ടിപ്പുകാർ ഇരകളെ ഒറ്റത്തവണ പാസ്വേഡുകൾ, അതായത് OTP, അല്ലെങ്കിൽ വ്യക്തിഗത വിവരങ്ങൾ ഷെയർ ചെയ്യാൻ ഫേക്ക് ടെക്നിക്കൽ സപ്പോർട്ട് മെസ്സേജസ്, അല്ലെങ്കിൽ അർജന്റ് അപ്ഡേറ്റുകൾ ചെയ്യണം എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള ലിങ്കുകളോ അയച്ചുകൊണ്ട് കബളിപ്പിക്കുന്നു. അടിയന്തിരമോ വൈകാരികമോ ആയ ഒരു ബോധം സൃഷ്ടിക്കുന്നതിലൂടെ ഈ സാങ്കേതികവിദ്യ ഹ്യൂമൻ സൈക്കോളജിയെ ചൂഷണം ചെയ്യുന്നു. ഇത് ഇരകൾക്ക് വളരെ വൈകുന്നതുവരെ തട്ടിപ്പ് കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാക്കുന്നു. തട്ടിപ്പുകാർ പലപ്പോഴും വിശ്വസനീയമായ കോൺടാക്റ്റുകൾ, സുഹൃത്തുക്കൾ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ ദുരിതത്തിലാണെന്ന് കാണിക്കുന്നു. ഇത് തട്ടിപ്പിന് ഇമോഷണൽ അപ്പീൽ നൽകുന്നു. അടിയന്തര സാഹചര്യങ്ങളിൽ സാമ്പത്തിക സഹായം അഭ്യർത്ഥിക്കുന്ന ഒരു സുഹൃത്തിൽ നിന്ന് ഇരയ്ക്ക് ഒരു സന്ദേശം ലഭിച്ചേക്കാം. ആശങ്കയോ സഹായിക്കാനുള്ള ആഗ്രഹമോ കാരണം അവർ അറിയാതെ പണം കൈമാറ്റം ചെയ്തേക്കാം. ഡിജിറ്റൽ ആശയവിനിമയ സംവിധാനങ്ങളിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം ചൂഷണം ചെയ്യാനുള്ള അവരുടെ കഴിവാണ് ഈ തട്ടിപ്പുകളുടെ സ്വഭാവം. ഈ പരിചയബോധവും ഇമോഷണൽ മാനിപ്പുലേഷനും ചേർന്ന് ഈ തട്ടിപ്പുകളെ പ്രത്യേകിച്ചും വിജയകരവും കണ്ടെത്താൻ പ്രയാസകരവുമാക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും ഡിജിറ്റലായി പുരോഗമിച്ച പ്രദേശങ്ങളിലൊന്നായി സംസ്ഥാനത്തിന് പ്രശസ്തി നേടിക്കൊടുത്ത കേരളത്തിന്റെ ഉയർന്ന ഡിജിറ്റൽ സാക്ഷരതാ നിരക്ക് ഈ തട്ടിപ്പുകൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ജനസംഖ്യയുടെ വലിയൊരു ഭാഗം ഓൺലൈനിൽ സജീവമായതിനാൽ തട്ടിപ്പുകൾ തിരിച്ചറിയാനുള്ള കഴിവിൽ പല വ്യക്തികൾക്കും ആത്മവിശ്വാസമുണ്ടാകാം. പക്ഷേ തട്ടിപ്പുകാർ ഉപയോഗിക്കുന്ന പുതിയതും കൂടുതൽ സങ്കീർണവുമായ സാങ്കേതിക വിദ്യകൾ അവർ പലപ്പോഴും അവഗണിക്കുന്നു. ദശലക്ഷക്കണക്കിന് ആളുകളുടെ പ്രാഥമിക ആശയവിനിമയ ഉപകരണമായ വാട്സാപ്പ് സൈബർ കുറ്റവാളികൾക്ക് അനുയോജ്യമായ ടാർഗറ്റാണ്. തൽഫലമായി വാട്സാപ്പ് അക്കൗണ്ടുകൾ ലക്ഷ്യമിടുന്ന തട്ടിപ്പുകൾ പ്രത്യേകിച്ചും ആശങ്കാജനകമാണ്. കേരളത്തിലെ പോലീസും സൈബർ ക്രൈം യൂണിറ്റുകളും ഈ വർദ്ധിച്ചു വരുന്ന കേസുകളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് സജീവമായി മുന്നറിയിപ്പ് നൽകുകയും അവ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. സൈബർ തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനായി ഒരു പ്രത്യേക ഹെൽപ്പ് ലൈൻ 1930 സ്ഥാപിക്കുന്നതും സൈബർ സുരക്ഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനുള്ള വിദ്യാഭ്യാസ പ്രചാരണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ഫിഷിംഗ്, മാൽവെയർ, സോഷ്യൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ വിവിധ തന്ത്രങ്ങൾ ഉപയോഗിച്ച് ഹാക്കർമാർ വാട്സാപ്പ് അക്കൗണ്ടുകളിലേക്ക് അൺഓതറൈസ്ഡ് ആക്സസ് നേടുന്നു. തട്ടിപ്പുകാർ പലപ്പോഴും വിശ്വസനീയമായ കോൺടാക്റ്റുകളായോ ടെക്നിക്കൽ സപ്പോർട്ട് ഏജന്റുമാരായോ ആൾമാറാട്ടം നടത്തുകയും എമർജൻസിയോ പ്രധാനപ്പെട്ടതോ ആയി തോന്നുന്ന സന്ദേശങ്ങൾ അയക്കുകയും ചെയ്യുന്നു. ഒരു ഇരയ്ക്ക് അവരുടെ OTPയോ മറ്റ് സെൻസിറ്റീവ് വിവരങ്ങളോ പങ്കിടാൻ ബോധ്യപ്പെട്ടാൽ ഹാക്കർക്ക് അവരുടെ അക്കൗണ്ടിന്റെ പൂർണ്ണ നിയന്ത്രണം നേടാനും ഇരയുടെ കോൺടാക്ട് ലിസ്റ്റിലെ മറ്റ് വ്യക്തികളെ ലക്ഷ്യമിടാനും കഴിയും. ഇതൊരു തരംഗ പ്രഭാവം സൃഷ്ടിക്കുകയും കൂടുതൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും തട്ടിപ്പിന്റെ ഉത്ഭവം കണ്ടെത്തുന്നത് ഇരകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നു. ചില സന്ദർഭങ്ങളിൽ ഇരയുടെ കോൺടാക്റ്റുകൾക്ക് പണത്തിനോ വ്യാജ നിക്ഷേപ അവസരങ്ങൾക്കോ വേണ്ടിയുള്ള അഭ്യർത്ഥനകൾ അയക്കാൻ തട്ടിപ്പുകാർ അപഹരിക്കപ്പെട്ട അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നു. സന്ദേശങ്ങൾ വിശ്വസനീയമായ ഉറവിടത്തിൽ നിന്നാണ് വരുന്നതെന്ന് തോന്നുന്നതിനാൽ ഈ സ്വീകർത്താക്കൾ പ്രതികരിക്കാനോ സെൻസിറ്റീവ് വിശദാംശങ്ങൾ പങ്കിടാനോ ഉള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. മറ്റു സന്ദർഭങ്ങളിൽ മോചനദ്രവ്യം നൽകിയില്ലെങ്കിൽ അവരുടെ സ്വകാര്യ സംഭാഷണങ്ങളോ വ്യക്തിഗത വിവരങ്ങളോ വെളിപ്പെടുത്തുമെന്ന് തട്ടിപ്പുകാർ ഇരകളെ ഭീഷണിപ്പെടുത്തിയേക്കാം. ഈ തട്ടിപ്പുകൾ ഇരകൾക്ക് ഉത്കണ്ഠയും സമ്മർദ്ദവും സൃഷ്ടിക്കുന്നു. അവർക്ക് പലപ്പോഴും തങ്ങൾ വിശ്വസിക്കുന്ന ഒരാൾ വഞ്ചിച്ചതായി തോന്നുന്നു. ഈ തട്ടിപ്പുകളുടെ ഇരകൾ റിപ്പോർട്ട് ചെയ്ത സാമ്പത്തിക നഷ്ടം ഓരോ കേസിനും 5,000 മുതൽ 50,000 രൂപ വരെയാണ്. ഹാക്ക് ചെയ്യപ്പെട്ട വാട്സപ്പ് അക്കൗണ്ടുകൾ വഴി ലക്ഷ്യമിടുന്ന ബിസിനസ്സുകൾക്ക് പ്രശസ്തിക്ക് കേടുപാടുകൾ സംഭവിക്കുകയും പ്രവർത്തനങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ആഘാതം സാമ്പത്തിക നഷ്ടത്തിനപ്പുറം വ്യാപിക്കുന്നു. പല ഇരകളും, പ്രത്യേകിച്ച് പ്രായമായ വ്യക്തികൾ, ഈ സങ്കീർണമായ തട്ടിപ്പുകൾക്ക് ഇരയായതിനു ശേഷം ഇമോഷണൽ ഡിസ്ട്രസും ആൻസൈറ്റിയും അനുഭവിച്ചിട്ടുണ്ട്. നൂതന സാങ്കേതിക വിദ്യയിലൂടെ ഒരു പരിചയക്കാരനോ പ്രിയപ്പെട്ടവരോ കബളിപ്പിക്കുന്നതിന്റെ മാനസിക ആഘാതം വളരെ ആഴമേറിയതാണ്. കേരളത്തിലെ നിയമപാലകർ വാട്സപ്പ് ഹാക്കിംഗ് കേസുകൾ അന്വേഷിക്കുന്നതിലും മോഷ്ടിച്ച ഫണ്ടുകൾ കണ്ടെത്തുന്നതിനും സാധ്യമാകുമ്പോഴെല്ലാം അവ വീണ്ടെടുക്കുന്നതിനും അഡ്വാൻസ് ടൂൾസും തന്ത്രങ്ങളും ഉപയോഗിക്കുന്നതിൽ സജീവമാണ്. ഉദാഹരണത്തിന് കോഴിക്കോട്ടെ AI ഉപയോഗിച്ചുള്ള തട്ടിപ്പിന്റെ കാര്യത്തിൽ തട്ടിപ്പുകാരനിൽ നിന്ന് 40,000 രൂപ വീണ്ടെടുക്കാൻ അധികാരികൾക്ക് കഴിഞ്ഞു.
ആശയവിനിമയങ്ങളിലേക്കുള്ള നേരിട്ടുള്ള പ്രവേശനം പരിമിതപ്പെടുത്തുന്ന എൻക്രിപ്ഷൻ നയങ്ങൾ കാരണം വെല്ലുവിളികൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും സംശയാസ്പദമായ അക്കൗണ്ടുകൾ തിരിച്ചറിയുന്നതിനും ഉപയോക്തൃ ഡാറ്റ സുരക്ഷിതമാക്കുന്നതിനും പോലീസ് വാട്സാപ്പുമായും മറ്റ് സാങ്കേതിക കമ്പനികളുമായും ചേർന്ന് പ്രവർത്തിക്കുന്നു. ഡിജിറ്റൽ ആശയവിനിമയവുമായി ബന്ധപ്പെട്ട അപകടങ്ങളെക്കുറിച്ചും സാങ്കേതിക വിവരങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അധികാരികൾ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നത് തുടരുന്നു. അനധികൃത ആക്സസ് തടയുന്നതിന് വാട്സപ്പ് അക്കൗണ്ടുകളിൽ ടു ഫാക്ടർ ഓതന്റിക്കേഷൻ പ്രവർത്തനക്ഷമമാക്കേണ്ടതിന്റെ ആവശ്യകത പോലീസ് ഊന്നി പറഞ്ഞിട്ടുണ്ട്. ടു ഫാക്ടർ ആക്ടിവേഷൻ ഒരു പുതിയ ഫോണിൽ ഒരു ഫോൺ നമ്പർ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു പിൻ ആവശ്യപ്പെടുന്നതിലൂടെ ഒരു എക്സ്ട്രാ സെക്യൂരിറ്റി ലെയർ ചേർക്കുന്നു. ഇത് ആക്ടിവേറ്റ് ചെയ്യാൻ നിങ്ങൾ നിങ്ങളുടെ വാട്സാപ്പ് സെറ്റിംഗ്സിൽ പോയി അവിടുന്ന് അക്കൗണ്ടിൽ നിന്ന് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് എനേബിൾ ചെയ്യുക. ഒരു 6 അക്ക സുരക്ഷിത പിൻ നമ്പർ നൽകി റിക്കവറിക്ക് ഒരു ഇമെയിലുമായി ലിങ്കും ചെയ്യാം. ഹാക്കിംഗ് ശ്രമങ്ങൾക്ക് ഇരയാകുന്നതിൽ നിന്ന് ഉപയോക്താക്കളെ സംരക്ഷിക്കുന്നതിന് ഈ നടപടി ആവശ്യമാണ്. ടു ഫാക്ടർ ഓതന്റിക്കേഷൻ പുറമെ വാട്സ്ആപ്പ് ഹാക്കിംഗ് തട്ടിപ്പുകളിൽ നിന്ന് സ്വയം പരിരക്ഷിക്കാൻ ഉപയോക്താക്കളെ സഹായിക്കുന്ന മറ്റ് പ്രതിരോധ നടപടികൾ ഉണ്ട്. വാട്സ്ആപ്പ് സന്ദേശങ്ങളിലൂടെയോ കോളുകളിലൂടെയോ OTPകൾ, പാസ്വേഡുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും സെൻസിറ്റീവ് വിവരങ്ങൾ പങ്കിടുന്നത് ഒഴിവാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മുൻകരുതലുകളിൽ ഒന്ന്. അത്തരം വിവരങ്ങൾ അഭ്യർത്ഥിക്കാൻ സ്കാമർമാർ പലപ്പോഴും സേവനദാതാക്കളായോ വിശ്വസനീയമായ കോൺടാക്റ്റുകളായോ ആൾമാറാട്ടം നടത്തുന്നുണ്ടെങ്കിലും നിയമാനുസൃതമായ ഓർഗനൈസേഷനുകൾ ഒരിക്കലും ഈ ചാനലുകളിലൂടെ വ്യക്തിഗത വിശദാംശങ്ങൾ ആവശ്യപ്പെടില്ല. വ്യക്തിപരമായ സംഭാഷണം അല്ലെങ്കിൽ ഫോൺ കോൾ പോലുള്ള മറ്റൊരു മാർഗത്തിലൂടെ നേരിട്ട് വ്യക്തിയുമായി ബന്ധപ്പെടുന്നതിലൂടെ ഏതെങ്കിലും സാമ്പത്തിക അഭ്യർത്ഥന പരിശോധിക്കുന്നത് നിർണായകമാണ്. ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നതിനോ അജ്ഞാത സ്രോതസ്സുകളിൽ നിന്നുള്ള ഫയലുകൾ ഡൗൺലോഡ് ചെയ്യുന്നതിനോ ജാഗ്രത പാലിക്കുക എന്നതാണ് മറ്റൊരു പ്രധാന പ്രതിരോധ നടപടി. തട്ടിപ്പുകാർ പലപ്പോഴും മലീഷ്യസ് ലിങ്കുകളോ ഫയലുകളോ അയക്കുന്നു. ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴോ തുറക്കുമ്പോഴോ ഉപകരണത്തിൽ മാൽവെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഈ മാൽവെയറിന് വാട്സ്ആപ്പ് അക്കൗണ്ടുകൾ ഹൈജാക്ക് ചെയ്യാനോ വ്യക്തിഗത വിവരങ്ങൾ മോഷ്ടിക്കാനോ കഴിയും. ഏതെങ്കിലും ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ഉപയോക്താക്കൾ എല്ലായ്പ്പോഴും അതിന്റെ നിയമസാധുത പരിശോധിക്കണം. പ്രത്യേകിച്ചും അത് അപരിചിതമായ ഒരു കോൺടാക്റ്റിൽ നിന്നാണെങ്കിൽ. സന്ദേശങ്ങളിലേക്കുള്ള അനധികൃത ആക്സസ് തടയുന്നതിന് എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റ് ചെയ്ത ബാക്കപ്പുകൾ ഉപയോഗിച്ച് സുരക്ഷിതമായി വാട്സ്ആപ്പ് ചാറ്റുകൾ ബാക്കപ്പ് ചെയ്യുന്നതും നല്ലതാണ്. തങ്ങളുടെ ഉപകരണങ്ങളിൽ സെൻസിറ്റീവ് വിവരങ്ങൾ സംഭരിക്കുന്ന ഉപയോക്താക്കൾക്ക് ഇത് പ്രത്യേകിച്ചും പ്രധാനമാണ്. കൂടാതെ വാട്സ്ആപ്പ് ആപ്ലിക്കേഷനും ഉപകരണത്തിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും അപ് ടു ഡേറ്റ് ആയി സൂക്ഷിക്കുന്നത് ഉപയോക്താക്കൾക്ക് ഏറ്റവും പുതിയ സുരക്ഷാ പാച്ചുകളിൽ നിന്ന് പ്രയോജനം ലഭിക്കുന്നുണ്ടെന്നും ഉയർന്നു വരുന്ന ഭീഷണികൾക്കെതിരായ പരിരക്ഷ ഉറപ്പാക്കുന്നു. ഉപയോക്താക്കൾക്ക് സ്വയം പരിരക്ഷിക്കാൻ നടപടികൾ സ്വീകരിക്കാൻ കഴിയുമെങ്കിലും വാട്സ്ആപ്പ് ഹാക്കിംഗ് തട്ടിപ്പുകൾ നിരന്തരവും വളരുന്നതുമായ ഒരു പ്രശ്നമാണ്. സൈബർ കുറ്റകൃത്യങ്ങളുടെ വർദ്ധിച്ചു വരുന്ന സങ്കീർണതയും AI-യുടെയും മറ്റു നൂതന സാങ്കേതിക വിദ്യകളുടെയും ഉപയോഗവും ചേർന്ന് വ്യക്തികൾക്കും നിയമപാലകർക്കും ഈ തട്ടിപ്പുകൾ പ്രതിരോധിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ടു ഫാക്ടർ ഓതന്റിക്കേഷൻ, ലോഗിൻ അലേർട്ടുകൾ, അക്കൗണ്ട് റിപ്പോർട്ടിംഗ് ഓപ്ഷനുകൾ എന്നിവയുൾപ്പെടെ ഉപയോക്താക്കളെ സംരക്ഷിക്കാൻ സഹായിക്കുന്നതിന് വാട്സ്ആപ്പ് നിരവധി സുരക്ഷാ സവിശേഷതകൾ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും സ്കാമർമാർ അവരുടെ തന്ത്രങ്ങൾ സ്വീകരിക്കുന്നത് തുടരുന്നു. ഇത് ഉപയോക്താക്കൾക്ക് ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാക്കുന്നു. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് നിയമനിർവഹണ ഏജൻസികളുമായുള്ള വാട്സപ്പിന്റെ സഹകരണം നിർണായകമാണ്. തട്ടിപ്പ് അന്വേഷിക്കുന്നതിനും മോഷ്ടിച്ച ഫണ്ടുകൾ കണ്ടെത്തുന്നതിനും സഹായിക്കുന്നതിന് കമ്പനി പ്രാദേശിക പോലീസുമായും സൈബർ ക്രൈം യൂണിറ്റുകളുമായും പ്രവർത്തിക്കുന്നു. സന്ദേശങ്ങളുടെ ഉള്ളടക്കം എൻക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും വാട്സപ്പിന് പ്രസക്തമായ മെറ്റാഡാറ്റ, അതായത് അക്കൗണ്ട് ലോഗിൻ വിവരങ്ങൾ പോലുള്ളവ അധികാരികളുമായി പങ്കിടാൻ കഴിയും. ഈ കുറ്റകൃത്യങ്ങളുടെ ആഗോള സ്വഭാവം അധികാര പരിധിയിലുള്ള അധികാരികൾക്ക് വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ടെങ്കിലും സൈബർ കുറ്റവാളികളെ തിരിച്ചറിയുന്നതിനും പിടികൂടുന്നതിനും ഈ സഹകരണം പ്രധാനമാണ്. വാട്സ്ആപ്പ് ഹാക്കിംഗ് തട്ടിപ്പുകളുടെ വിശാലമായ പ്രത്യാഘാതങ്ങൾ ഡിജിറ്റൽ സാക്ഷരതയിലെ നിർണായക ദുർബലതകളെ എടുത്തു കാണിക്കുന്നു. നിരവധി ഉപയോക്താക്കൾക്ക്, പ്രത്യേകിച്ച് പ്രായമായവർക്കോ ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്കോ ടു ഫാക്ടർ ഓതന്റിക്കേഷൻ പ്രാപ്തമാക്കുക അല്ലെങ്കിൽ ഫിഷിംഗ് ശ്രമങ്ങൾ തിരിച്ചറിയുക തുടങ്ങിയ അടിസ്ഥാന സൈബർ സുരക്ഷാ രീതികളെക്കുറിച്ച് പൂർണ്ണമായി അറിയില്ല. ഈ അവബോധത്തിന്റെ അഭാവം അവരെ തട്ടിപ്പുകൾക്ക് ഇരയാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. കൂടാതെ ഡിജിറ്റൽ ആശയവിനിമയ പ്ലാറ്റ്ഫോമുകളിൽ ആളുകൾ പുലർത്തുന്ന വിശ്വാസവും ദൈനംദിന ആശയവിനിമയത്തിനായി ഈ പ്ലാറ്റ്ഫോമുകളെ ആശ്രയിക്കുന്നതും തെറ്റായ സുരക്ഷിതത്വ ബോധം സൃഷ്ടിക്കുന്നു. തട്ടിപ്പുകാർ വിശ്വസനീയമായ കോൺടാക്റ്റുകളായി ആൾമാറാട്ടം നടത്തുമ്പോൾ ഇരകളെ ചൂഷണം ചെയ്യുന്നത് അവർക്ക് വളരെ എളുപ്പമാകും. സൈബർ കുറ്റകൃത്യങ്ങളുടെ വർധനവ് ദേശീയ, അന്തർദേശീയ തലങ്ങളിൽ ശക്തമായ സൈബർ സുരക്ഷാ നയങ്ങളുടെ ആവശ്യകത അടിവരയിടുന്നു. ഉപയോക്തൃ ഡാറ്റ സംരക്ഷിക്കുന്നതിനും വഞ്ചന തടയുന്നതിനുമുള്ള നിയന്ത്രണങ്ങൾ നടപ്പിലാക്കാൻ സർക്കാരുകളും സാങ്കേതിക കമ്പനികളും ഒരുമിച്ച് പ്രവർത്തിക്കണം. കൂടാതെ പൊതുജനങ്ങൾക്കിടയിൽ ഡിജിറ്റൽ സാക്ഷരതയും സൈബർ സുരക്ഷ അവബോധവും വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഓൺലൈൻ ഭീഷണികളിൽ നിന്ന് സ്വയം തിരിച്ചറിയാനും സംരക്ഷിക്കാനും വ്യക്തികളെ ശാക്തീകരിക്കാൻ
വിദ്യാഭ്യാസ പ്രചാരണങ്ങളും വർക്ക്ഷോപ്പുകളും സഹായിക്കും. കമ്പനികൾ അവരുടെ ജീവനക്കാർക്ക് സൈബർ സുരക്ഷാ പരിശീലനത്തിൽ നിക്ഷേപം നടത്തുകയും കൂടുതൽ സംരക്ഷിതമായ ആശയവിനിമയ രീതികൾ സ്വീകരിക്കുകയും വേണം. വാട്സ്ആപ്പ് ഹാക്കിംഗ് തട്ടിപ്പുകളുടെ അനന്തരഫലങ്ങൾ ഇരകൾക്ക് പെട്ടെന്നുള്ള സാമ്പത്തിക നഷ്ടത്തിനപ്പുറം വ്യാപിക്കുന്നു. അവ ഡിജിറ്റൽ ആശയവിനിമയ സംവിധാനങ്ങളിലുള്ള വിശ്വാസം ഇല്ലാതാക്കുന്നതിനും കാരണമാകുന്നു. സൈബർ കുറ്റവാളികൾ അവരുടെ തന്ത്രങ്ങൾ വികസിപ്പിക്കുന്നത് തുടരുന്നതിനാൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ സുരക്ഷിതമായി തുടരുന്നുവെന്ന് ഉപയോക്താക്കൾ അവരുടെ സ്വകാര്യ വിവരങ്ങൾ സംരക്ഷിക്കാൻ സജ്ജരാണെന്നും ഉറപ്പാക്കാൻ വ്യക്തികളും ബിസിനസ്സുകളും സർക്കാരുകളും കൂട്ടായ നടപടി സ്വീകരിക്കണം. കേരളത്തിൽ വാട്സ്ആപ്പ് ഹാക്കിംഗ് തട്ടിപ്പുകളുടെ വർധനവ് ഡിജിറ്റൽ യുഗത്തിൽ സൈബർ കുറ്റകൃത്യങ്ങൾ ഉയർത്തുന്ന വർദ്ധിച്ചു വരുന്ന ഭീഷണിയെ എടുത്തു കാണിക്കുന്നു. ഡിജിറ്റൽ ആശയവിനിമയ സംവിധാനങ്ങളിലെ കേടുപാടുകൾ ചൂഷണം ചെയ്യുന്നതിനായി AI, ഫിഷിംഗ് തന്ത്രങ്ങൾ പോലുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഈ തട്ടിപ്പുകൾ കൂടുതൽ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്. 2-ഫാക്ടർ ഓതന്റിക്കേഷൻ എനേബിൾ ചെയ്യുക, സെൻസിറ്റീവ് വിവരങ്ങൾ പങ്കിടുന്നത് ഒഴിവാക്കുക തുടങ്ങിയ സ്വയം പരിരക്ഷിക്കുന്നതിന് വ്യക്തികൾ സജീവമായ നടപടികൾ കൈക്കൊള്ളുമ്പോൾ സൈബർ കുറ്റകൃത്യങ്ങളെ ചെറുക്കുന്നതിൽ നിയമനിർവഹണവും സാങ്കേതിക കമ്പനികളും നിർണായക പങ്കുവഹിക്കുന്നു. കൂടുതൽ അവബോധം, ശക്തമായ സുരക്ഷാ രീതികൾ, ശക്തമായ സൈബർ സുരക്ഷാ നയങ്ങൾ എന്നിവ വളർത്തുന്നതിലൂടെ ഈ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ ലഘൂകരിക്കാനും തട്ടിപ്പുകൾക്ക് ഇരയാകുന്നതിൽ നിന്ന് ഉപയോക്താക്കളെ സംരക്ഷിക്കാനും കഴിയും. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.